കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കെതിരെ ഞാൻ ഒന്നും പറയത്തില്ല. എനിക്ക് നിർഭയമായും സ്വതന്ത്രമായും രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, അഭിപ്രായങ്ങൾ പറയണം. നിങ്ങളവിടെ നിന്ന് വേടലും ചെയ്തു, ആർക്കും ഒരു ശല്യമില്ല. ജനം കൂടെ ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാണിച്ചു തന്നെ ജനം കൂടെ ഉണ്ടാവണമെങ്കിൽ പണ്ട് പ്രവർത്തിച്ചോളം പ്രവർത്തിക്കണം. ചാരുമൂട്ടിലുള്ളവർക്കറിയാമല്ലോ ഭുവനേശ്വരൻ്റെ അനിയനാണെന്ന്. ഭുവനേശ്വരൻ രക്തസാക്ഷിയായത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. ഇവർക്ക് വല്ലതും അറിയോ? കേസുകാരാണ് കൊന്നതെന്നുള്ളത് ശരിയാണ്, പക്ഷെ കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാരാ? ക്ലാസ് മുറിയിൽ കണ്ണിൽ ചങ്ങല കൊണ്ട് അടിച്ചു കെട്ട് അധ്യാപകരുടെ ക്ലാസ് മുറിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന SFIക്കാരല്ലേ? അവർ ജനലിൽ വഴി രക്ഷപ്പെട്ടൊക്കെ പോയില്ലേ അവരെ അവിടെ ഇരുത്തിയിട്ട്? പുറകെ വന്നു മറ്റവർ. ഇവരെയാണ് കണ്ടത്, മനസ്സിലായോ? അത് ഞാൻ ഇപ്പോഴാണ് പറഞ്ഞു, മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. ഭുവനേശ്വരൻ്റെ കാര്യത്തിലൊന്നും ഇവരാരും മുതൽ കണ്ണീർ ഒഴുക്കണ്ട. കേസ് മുഴുവൻ പറഞ്ഞത് ഞങ്ങളുടെ കാശ് കൊണ്ടും ഞങ്ങളുടെ വീട്ടിലെ തടി വിറ്റുമൊക്കെയാണ്. ഇതൊക്കെ പറയിപ്പിക്കണം. അതിനൊന്നും ഒരു പരാതി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആരോടും ഇന്നേ വരെ. വെളിയിൽ വന്നതിന് ശേഷമല്ലേ. എന്നെ പണ്ടേ പുറത്താക്കണമായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഉദ്ദേശിക്കുമ്പോൾ ഓരോരുത്തരെയൊക്കെ പുറത്താക്കണതിന് കാരണം വേണം. ഇങ്ങനെ പറഞ്ഞവർ മാത്രം മതി ഇതിനകത്ത്. നിങ്ങളവിടെ നിന്ന് വേടലും ചെയ്തു, ആർക്കും ഒരു ശല്യമില്ല. ജനം കൂടെ ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാണിച്ചു തന്നെ ജനം കൂടുതലുണ്ടാവില്ല. ജനം കൂടെ ഉണ്ടാവണമെങ്കിൽ പണ്ട് പ്രവർത്തിച്ചോളം പ്രവർത്തിക്കണം. ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ളത് ഞങ്ങളവ കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ തല പോകുന്ന സാഹചര്യത്തിൽ പോലും ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി ഉറച്ചു നിന്നവരാണ്. കുട്ടനാട്ടിൽ എപ്പോഴാണ് തല പോകണമെന്ന് അറിയത്തില്ല. ആക്രമണം നടക്കുക അവിടെ, ബോംബേറ്, പാർട്ടി ബസ് കത്തിക്കൽ. ഞങ്ങളവിടെ ഉറച്ചു നിന്നവരല്ലേ. അപ്പോൾ ഞങ്ങളെപ്പറ്റി ഇങ്ങനെയാണോ പറയേണ്ടത്? ഇതിൻ്റെയൊക്കെയാണോ പറയേണ്ടത്? ഞാൻ CPM എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ ഒന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ. CPM എന്ന് പറഞ്ഞ് CPMൻ്റെ ആശയങ്ങളല്ലാതെ വൃത്തികെട്ട ആശയങ്ങൾ, മുതലാളിത്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥാനമോഹികളും സാമ്പത്തിക മോഹികളുമായ ആൾക്കാർ ഈ പാർട്ടിയെ ഇടപെട്ട് നശിപ്പിക്കുന്നതിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റു പാർട്ടിക്കാരും വിമർശിക്കുന്നുണ്ട്. നന്നാവാൻ വേണ്ടിയാണ്. പക്ഷേ നന്നാവാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ ആരെന്ത് പറഞ്ഞു എന്നുള്ളത് പത്രം വഴി വായിച്ചതുകൊണ്ട് ഈ പറഞ്ഞത് ആരാണെന്നുള്ള പേര് പറയുകയാണെങ്കിൽ ഞാൻ അയാളുടെ വിവരങ്ങൾ പിന്നീട് പറയാം. അങ്ങനെ കണ്ടുപിടിക്കും. പന്തളം യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന 18 വയസ്സ് പ്രായത്തിൽ രണ്ടാം വർഷം BA ഇക്കണോമിക്സ് സ്റ്റുഡൻ്റ് ആയിരുന്ന എൻ്റെ അനിയൻ ഭുവനേശ്വരൻ രക്തസാക്ഷിയായി. ആ രക്തസാക്ഷിയെ താമരക്കുളത്തുള്ള ഞങ്ങളുടെ വീട്ടിലടക്കാനാണ് വീട്ടുകാരെല്ലാം തീരുമാനിച്ചത്. അച്ഛനും അമ്മ എല്ലാം ഉണ്ട്, ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠത്തിയുണ്ട്, അനിയൻ മധുവുണ്ട്, അവരെല്ലാം സഹോദരിയുണ്ട്. അപ്പോൾ അന്ന് മാവേലിക്കര MLA ആയിരുന്ന മുതിർന്ന നേതാവ് S. ഗോവിന്ദക്കുറുപ്പ് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നമ്മളെല്ലാം പാർട്ടിക്കാരാണ്, ഭുവനേശ്വരന് വേണ്ടി മരിച്ചതല്ല, യഥാർത്ഥ രക്തസാക്ഷിയാണ്. അവിടെ നമുക്കത് കരിമുളക്കൽ, അതായത് AC റോഡ്, KP റോഡ് ഇവിടെ ഒരു ഭാഗത്ത് തൊട്ടടുത്താണ്. അവിടെ കശുവണ്ടി തൊഴിലാളിയുടെ കുറച്ച് സ്ഥലമുണ്ട്. നമുക്ക് അവിടെ യൂണിയനോട് ചോദിച്ചിട്ട് അവിടെ അടക്കാം. ഞാൻ എല്ലാവരോടും പറഞ്ഞ് അവരെല്ലാം സംബന്ധിച്ച് അവിടെ അടക്കം. ഞങ്ങളാ ബോഡി ഭുവനേശ്വരൻ്റെ മൃതശരീരം വിട്ടുകൊടുത്തുകൊണ്ട് മാത്രമാണ് രക്തസാക്ഷി കൊണ്ടുപോകുന്നത്. അത് അവിടുത്തെ ഏരിയ സെക്രട്ടറി ബിനു പറയുന്ന പോലെയല്ല. ആ രക്തസാക്ഷിയോളം വന്നത് ഞാൻ ഇടപെട്ട് അവിടെ അടക്കിയതുകൊണ്ടല്ലേ. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ബിനുവിന് എന്ത് പറയാൻ പറ്റും? അപ്പം ആ ഏരിയ സെക്രട്ടറി അനാവശ്യം പറഞ്ഞാൽ ഞങ്ങളെ രക്തസാക്ഷിയെ അവമാനിച്ചു, കുടുംബത്തെ അവമാനിച്ചു. ആ സ്ഥാനത്തിരിക്കാനാണ് യോഗ്യനാണോ? അവിടെ അവിടുത്തെ പുറത്ത് കളയണ്ടേ? അവിടെ ഭുവനേശ്വരൻ രക്തസാക്ഷി മണ്ഡപത്തെ കാറ്റ് സൂക്ഷിക്കുന്ന പോലുമില്ല. മനസ്സിലായോ? ഏരിയ സെക്രട്ടറി വന്നിരിക്കുകയാണ്. എന്നിട്ട് ഞാനവിടെ പുഷ്പാർച്ചന ജയിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് പോയി. ഞാനവിടെ ചെന്നാൽ എന്നെ തടയാൻ ഏർപ്പാട് ചെയ്തു. ഞാൻ ആലപ്പുഴ വെച്ച് അറിഞ്ഞു വന്നത്. തടയാൻ വന്നാൽ തടയുന്നവൻ ആദ്യം അവൻ്റെ കരട കുട്ടിക്ക് ഞാനടിക്കാൻ തീരുമാനിച്ചിട്ടാണ്. എൻ്റെ വൈഫും കുടുംബം എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ കുടുംബക്കാരല്ലാതെ ആരുമില്ല. അവിടെ ഉള്ള ഒരാളെ ഞാൻ വിളിച്ചതുമില്ല. അവിടെ ഒരു പുല്ലനുണ്ടായില്ല. അവിടെ 2 പോലീസുകാർ ഏർപ്പെടുണ്ടായിരുന്നു. ഞങ്ങളവിടെ പുഷ്പയൊക്കെ സഭ ഞങ്ങളാ പോയി വെച്ചത്. ഇനി അവൻ രക്തസാക്ഷിയായ ദിവസം ഞങ്ങൾ പോകും, തടയട്ടെ. ഇതൊക്കെ അപ്പം ജില്ലാ സെക്രട്ടറി നാസർ പറഞ്ഞു അങ്ങനെ തടയുന്നത് ശരിയല്ല, അവിടെ പോകാൻ അവകാശമുണ്ടെന്ന് നാസർ പറഞ്ഞല്ലോ. ജില്ലാ സെക്രട്ടറി പറയുന്നത് കേൾക്കാത്ത ഒരു AC സെക്രട്ടറി, ഒരു ശുംഭൻ അവിടെ ഇരിക്കുകയാണ്, ബിനു. അവൻ ഏത് പാർട്ടിയുടെ സെക്രട്ടറിയാണ്? ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കണ്ടേ എന്ത് പറയണമെന്നുള്ളത്? ഈ തരത്തിൽ കെട്ടുപൊട്ടി കിടക്കുകയാണിത്. ആർക്കും എന്തും ആവാം. ഞങ്ങളുടെ അനുജൻ്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഞങ്ങൾ പോയാൽ ഞങ്ങളെ തടയുമെന്ന്. എന്തിന്? ഞങ്ങളെന്താണ് തടയുന്നത്? ഞങ്ങളുടെ അവകാശമല്ലേ. ഞങ്ങൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ എങ്ങനെ ഇവരുടെ കൈ വരുമായിരുന്നു? അത് അവരുടെ പാർട്ടിയുടെ സ്ഥലത്തല്ലത്. കശുവണ്ടി തൊഴിലാളിയുടെ സ്ഥലത്താണ്, പാർട്ടിയുടെ സ്ഥലത്തേ അല്ല.
10 പൈസ ഈ ബിനു അതിനുവേണ്ടി ചെലവഴിക്കാൻ പറയുന്നത് നാട്ടിൽ നിന്ന് പണം പിരിച്ചാണ് ഇതെല്ലാം ചെയ്തതെന്ന്. നാട്ടിൽ നിന്ന് പണം പിരിച്ചെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ 17 ലക്ഷം രൂപ കുടുംബത്തിൽ നിന്ന് കൊടുത്തു. അതിൽ 5 ലക്ഷം രൂപ ഒരു പ്രവാസിയാണ് തന്നത്. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന 13,000 പുസ്തകത്തിൽ 9,000 പുസ്തകം ലൈബ്രറി വെച്ച് പുറകെ ലൈബ്രറി ഉണ്ടാക്കി കൊടുത്തു. ഇതിനുവേണ്ടി ഇയാൾ പണം പിരിച്ചെങ്കിൽ ആ പണം അയാൾ എടുത്തെന്നല്ലേ എൻ്റെ അർത്ഥം. അതിനുവേണ്ടി ചെലവഴിച്ചില്ലല്ലോ. അപ്പോൾ അയാൾ വെളിയിൽ വന്ന് ആ പണം അയാൾ എടുത്തു. എക്സാക്ഷയുടെ പേരിലാണ് പണം പിരിച്ചെടുത്തെന്ന് അയാൾ സമ്മതിച്ചിരിക്കുകയാണ്. അറിയോ? നടപടിയുണ്ടോ? ആ സ്ഥാനത്ത് വെച്ചേക്കാവോ? കരിവിളൊക്കെ ചെന്ന് ചാരപ്പൂട്ടി ചെന്ന് ഞാൻ പൊതുയോഗം വെച്ച് വേണേൽ ആളോട് പറയാം. ഞാനൊന്നും എടുത്തിയാട് ചെയ്തിട്ടില്ല. എനിക്ക് വേറെ ഉദ്ദേശമില്ല. എനിക്ക് നിർഭയമായും സ്വതന്ത്രമായും രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, അഭിപ്രായങ്ങൾ പറയണം. കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കെതിരെ ഞാനൊന്നും പറയത്തില്ല. കോൺഗ്രസിൻ്റെ ബേസിക് ഫിലോസഫിക്കെതിരെ ഞാനൊന്നും പറയില്ല. അതൊക്കെ ഇതെല്ലാം നല്ലതാണ്. അത്രയേ ഉള്ളൂ. അത് ഞാൻ പറയാനാണ് വിട്ടുപോയത്.